ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കുക. ഹലോ ഡിയർ സ്റ്റുഡൻസ്, 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ആയ ലെറ്റർ ടു ഗോഡിലെ എക്സ്റ്റെൻഡഡ് റീഡിങ്ങിനകത്ത് വരുന്ന ബർത്ത്ഡേ ലെറ്റർ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബർത്ത്ഡേ ലെറ്റർ ഇത് ഒരച്ഛൻ മകൾക്ക് അയച്ച ബർത്ത്ഡേ ലെറ്ററാണ്. ഇവിടെ അച്ഛൻ ആരാണ്? ജവഹർലാൽ നെഹ്റു, മകൾ ഇന്ദിര. ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരക്ക് അയച്ച ബർത്ത്ഡേ ലെറ്ററാണിത്. എവിടെ നിന്നാണ് അയച്ചത്? സെൻട്രൽ പ്രിസൺ നെയ്നിയിലെ സെൻട്രൽ പ്രിസൺ എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് അയച്ച ബർത്ത്ഡേ ലെറ്ററാണിത്. എപ്പോഴാണ് ഇത് അയച്ചത്? ഒക്ടോബർ 26, 1930 ഒക്ടോബർ 26 നെയ്നിയിലെ സെൻട്രൽ പ്രിസണിൽ നിന്ന് അയച്ച ഒരു ബർത്ത്ഡേ ലെറ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി കത്ത് വായിച്ചു നോക്കാം. മൈ ഡിയർ ഇന്ദിര, എൻ്റെ പ്രിയപ്പെട്ട ഇന്ദിര, ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ്. ഓൺ യുവർ ബർത്ത്ഡേ, നിൻ്റെ ജന്മദിനത്തിൽ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലം, നിനക്ക് ശീലമുണ്ട്. എന്താണ്? ഓഫ് റിസീവിങ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ്. റിസീവിങ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, പ്രസൻസ് സമ്മാനങ്ങൾ, ഗുഡ് വിഷസ് മംഗളാശംസകൾ. അപ്പോൾ സമ്മാനങ്ങളും മംഗളാശംസകളും സ്വീകരിക്കുന്ന ഒരു ശീലം നിനക്കുണ്ട്. ഗുഡ് വിഷസ് യു വിൽ സ്റ്റിൽ ഹാവ് ഇൻ ഫുൾ മെഷർ. ഗുഡ് വിഷസ് മംഗളാശംസകൾ നിനക്ക് ഫുൾ മെഷറിൽ, അതായത് അൾട്ടിമേറ്റായിട്ട് നിനക്ക് എത്ര വേണമെങ്കിലും എനിക്ക് ഇവിടുന്ന് നൽകാൻ വേണ്ടി സാധിക്കും. ബട്ട് എന്നാൽ വാട്ട് പ്രസൻറ്റ് ക്യാൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രിസൺ. ഈ നൈനി പ്രിസണിൽ നിന്ന് വാട്ട് ക്യാൻ ഐ സെൻഡ് യു, ഞാൻ നിനക്ക് എന്താണ് അയച്ചു തരേണ്ടത്? പ്രസൻ്റായിട്ട് ഞാൻ എന്താണ് അയച്ചു തരിക? മൈ പ്രസൻസ്, എൻ്റെ സമ്മാനങ്ങൾ കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ്. കനോട്ട് ബി വെരി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭൗതികം, സോളിഡ് ദൃഢമായതോ ഭൗതികമായതോ ആയിട്ടുള്ള സമ്മാനങ്ങളല്ല ഞാൻ നിനക്ക് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത്. ദി ക്യാൻ ബി ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അതെങ്ങനെയുള്ളതാണ്? ഓഫ് ദ മൈൻഡ്, മനസ്സിൻ്റേതാണ്, ആൻഡ് സ്പിരിറ്റ്, ആത്മാവിൻ്റേതാണ്, അല്ലേ? മനസ്സിൻ്റേതും ആത്മാവിൻ്റേതുമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞാൻ നിനക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. തിങ്സ് ദാറ്റ് ഈവൻ ദ ഹൈ വാൾസ് ഓഫ് എ പ്രിസൺ കനോട്ട് സ്റ്റോപ്പ്. തിങ്സ്, ആ വസ്തുക്കൾ. ഏത് വസ്തുക്കളാണ്? എൻ്റെ സമ്മാനങ്ങൾ. ദാറ്റ് ഈവൻ ദ ഹൈ വാൾസ് ഓഫ് എ പ്രിസൺ. ഹൈ വാൾസ്, ഉയർന്ന മതിലുകൾ. ഏതിൻ്റെ? ഓഫ് എ പ്രിസൺ, ഒരു ജയിലിൻ്റെ ഉയർന്ന മതിലുകൾക്ക് കനോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എൻ്റെ വസ്തുക്കളെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയുള്ള സമ്മാനങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത്. യു നോ സ്വീറ്റ് ഹാർട്ട് ഹൗ ഐ ഡിസ്ലൈക്ക് സെർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. യു നോ, നിനക്കറിയാലോ. സ്വീറ്റ് ഹാർട്ട് ഡിയർ ഡോട്ടർ, എൻ്റെ പ്രിയപ്പെട്ട മകളെ. ഹൗ ഐ ഡിസ്ലൈക്ക് ഇഷ്ടപ്പെടാത്തത്, വെറുക്കുന്നത്, അല്ലേ? ഞാൻ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. എന്തിനാ? സെർമണൈസിങ് എന്ന് പറഞ്ഞാൽ പ്രഭാഷണം നടത്തുക. ആൻഡ് ഡോളിങ് വിളമ്പുക. ഔട്ട് ഗുഡ് അഡ്വൈസ് നല്ല ഉപദേശങ്ങൾ ഇങ്ങനെ പ്രഭാഷണം നടത്തി വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് നിനക്കറിയാലോ. I have always thought that the best way to find out what is right and what should be done is not by giving a sermon. I have always thought that, ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്, that the best way to find out. എന്താണ്? ബെസ്റ്റ് വേ, ഏറ്റവും നല്ല വഴി. ടു ഫൈൻഡ് ഔട്ട്, കണ്ടെത്താൻ. വാട്ട് ഈസ് റൈറ്റ്, ശരി എന്താണെന്ന് കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗം. ആൻഡ് വാട്ട് ഷുഡ് ബി ഡൺ ഈസ് നോട്ട് ബൈ ഗിവിങ് എ സെർമൺ. ഒരു പ്രഭാഷണം നൽകിയിട്ടല്ലാതെ, അല്ലേ? എങ്ങനെയാണ് ഇത് കൺവേ ചെയ്യാൻ പറ്റുക? ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ, അതായത് മറ്റുള്ളവരുടെ മനസ്സറിയാൻ വേണ്ടി എങ്ങനെയാണ് സാധിക്കുക എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. It has to be done by
ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്. ടോക്കിംഗ് സംസാരിക്കുക, ഡിസ്കസിങ് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തും സംസാരിച്ചുമൊക്കെയാണ് ഇതിന് സാധിക്കുന്നത്, അല്ലാതെ ഉപദേശം നൽകിയിട്ടല്ല. ഔട്ട് ഓഫ് ഡിസ്കഷൻ സംടൈംസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത് കംസ് ഔട്ട്. ഔട്ട് ഓഫ് ഡിസ്കഷൻ, ഡിസ്കഷൻ ചർച്ച, ചർച്ചയുടെ ഒടുവിൽ സംടൈംസ് ചിലപ്പോൾ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത് കംസ് ഔട്ട്. എ ലിറ്റിൽ ബിറ്റ് ഓഫ് കുറച്ച്, ട്രൂത്ത് സത്യങ്ങൾ എന്ത് ചെയ്യും? കംസ് ഔട്ട്, പുറത്തു വരും അല്ലേ. ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ചില സത്യങ്ങളൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഐ ഹാവ് ലൈക്ഡ് മൈ ടോക്സ് വിത്ത് യു ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് മെനി തിങ്സ്. ഐ ഹാവ് ലൈക്ഡ്, ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. മൈ ടോക്സ് വിത്ത് യു, എൻ്റെ സംസാരം, നിന്നോടുള്ള എൻ്റെ സംസാരങ്ങൾ. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ്, ഡിസ്കസ്ഡ് ചർച്ച ചെയ്തിരുന്നു. എന്താണ്? മെനി തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ബട്ട് ദ വേൾഡ് ഈസ് വൈഡ് and beyond our world lie other wonderful and mysterious worlds. But the world is wide. Wide എന്ന് പറഞ്ഞാൽ വിശാലമായത്. വേൾഡ് അറിയാലോ, ലോകം. But the world is wide. ഈ ലോകം വളരെ വിശാലമായതാണ്. And beyond our world, നമ്മുടെ ഈ ലോകം കൂടാതെ, ബിയോണ്ട് കൂടാതെ വേറെന്തുകൂടിയുണ്ട്? ലൈ other wonderful and mysterious worlds. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ മനോഹരമായത്, മിസ്റ്റീരിയസ് നിഗൂഢതകളുള്ള. മനോഹരമായതും നിഗൂഢതകളുമുള്ളതായ വേറെ ലോകങ്ങളുമുണ്ട്. നമ്മുടെ ഈ ജീവിക്കുന്ന ചുറ്റുപാട് കൂടാതെ അതിന് പുറത്ത് വളരെ മനോഹരമായതും നിഗൂഢതകളുമുള്ളതായ ലോകങ്ങൾ വേറെയുമുണ്ട്. നൺ ഓഫ് us need ever be bored and imagine that we have learned everything worth learning and become very wise. നൺ ഓഫ് us need ever be bored. ആർക്കും ഒരു ബോറടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഓർ ഇമാജിൻ, അതായത് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? ദാറ്റ് വി ഹാവ് ലേൺഡ് എവ്രിതിങ് വർത്ത് ലേണിംഗ്. അതായത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ പഠിച്ചെടുത്തു എന്ന് നമ്മൾ ആരും വിചാരിക്കാൻ വേണ്ടി പാടില്ല. ആൻഡ് ബിക്കം വെരി വൈസ്, ഭയങ്കര ബുദ്ധിയുള്ളവളാണെന്നും കരുതാൻ വേണ്ടി പാടില്ല. ബട്ട് വാട്ട് ആം ഐ ടു ഡു ദെൻ? നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുക? ഞാനിപ്പോൾ നെയ്നി പ്രിസണിലാണുള്ളത് അല്ലേ. നിനക്ക് എങ്ങനെയാണ് ഞാനിത് പറഞ്ഞു തരിക? എ ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് ദ പ്ലേസ് ഓഫ് എ ടോക്ക്. ഹാർഡ്ലി കഷ്ടിച്ച്, ഒരു ലെറ്ററിന് ഒരു സംസാരത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ കഷ്ടിച്ചേ സാധിക്കുകയുള്ളൂ അല്ലേ. അതിന് തുല്യമാവില്ലല്ലോ. അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഫെയർ. എന്താണ്? നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൺ സൈഡഡ് അഫെയർ ആണ് അല്ലേ. ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള ബന്ധമായിട്ടാണ് ഈ ഒരു ലെറ്ററിനെ ജവഹർലാൽ നെഹ്റു കാണുന്നത്. അതായത് ഈ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് പിന്നീടാണല്ലോ ഇതിൻ്റെ മറുപടി വരിക അല്ലേ. അതേ സമയത്ത് തന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനെ വൺ സൈഡഡ് അഫെയർ എന്ന് പറയുന്നത്. ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വേർ ഹാവിങ് എ ടോക്ക്. ഇമാജിൻ ദാറ്റ്, സങ്കല്പിക്കുക. എന്താണ് സങ്കല്പിക്കേണ്ടത്? ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു, ഞാൻ നിനക്കൊരു അഭിപ്രായം തരികയാണ്. ഫോർ യു ടു തിങ്ക് ഓവർ, നീ ചിന്തിക്കണം. എന്താണ് ചിന്തിക്കേണ്ടത്? ആസ് ഇഫ് വി റിയലി വെർ ഹാവിങ് എ ടോക്ക് അല്ലേ. നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നതായിട്ട് അല്ലേ. അങ്ങനെ നീ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. ഒരു ലെറ്റർ എന്നതിലുപരി നമ്മൾ തമ്മിലുള്ള ഒരു സംസാരമായിട്ട് ഇതിനെ എടുക്കുക. In history, we read of great periods in the life of nations of great men and women. In history, history എന്ന് പറഞ്ഞാൽ ചരിത്രം. ചരിത്രത്തിൽ we read of, നമ്മൾ വായിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് പീരിയഡ്സ്, ഗ്രേറ്റ് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ മഹത്തായ കാലഘട്ടങ്ങൾ, ഉദാത്തമായ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ ദ ലൈഫ് ഓഫ് നേഷൻസ്, പല രാജ്യങ്ങളുടെയും ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ, മഹാന്മാരായ പല പുരുഷന്മാരെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഡു യു റിമെമ്പർ ഹൗ ഫാസിനേറ്റഡ് യു വർ ആൻഡ് വെൻ യു ഫസ്റ്റ് റീഡ് ദ സ്റ്റോറി ഓഫ് ജോൺ ഓഫ് ആർക്ക്? ഡു യു റിമെമ്പർ, നീ ഓർക്കുന്നുണ്ടോ? ഹൗ ഫാസിനേറ്റഡ്, ഫാസിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ആകർഷിച്ചത്, നിന്നെ എത്രമാത്രം ആകർഷിച്ചിരുന്നു എന്ന് നീ ഓർക്കുന്നുണ്ടോ? എന്താണ്? യു വർ വെൻ യു ഫസ്റ്റ് റീഡ് ദ സ്റ്റോറി ഓഫ് ജോൺ ഓഫ് ആർക്ക്,
ജോൺ ഓഫ് ആർക്കിൻ്റെ സ്റ്റോറി ആദ്യമായിട്ട് നീ വായിച്ചപ്പോൾ നീ എത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു, എത്രമാത്രം നിന്നെ അത് ആകർഷിച്ചിരുന്നു എന്ന് നീ ഓർക്കുന്നുണ്ടോ? യുവർ ആംബിഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ. യുവർ ആംബിഷൻ, നിൻ്റെ അഭിലാഷവും വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ, ജോൺ ഓഫ് ആർക്കിനെ പോലെ ആയിരുന്നു അല്ലേ? അങ്ങനെ ആവണമെന്നായിരുന്നല്ലോ നിൻ്റെ അഭിലാഷവും. ഓർഡിനറി മെൻ ആൻഡ് വിമൻ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. ഓർഡിനറി സാധാരണ പുരുഷന്മാരും സ്ത്രീകളും, സാധാരണ മനുഷ്യന്മാർ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. യൂഷ്വലി എന്തല്ല? ഹീറോയിക് അല്ല, ഹീറോകളല്ല അല്ലേ? They think of their bread and butter, of their children, of their household worries and the like. They think of, അവർ ചിന്തിച്ചിരുന്നത് എന്തിനെല്ലാം കുറിച്ചായിരുന്നു? their bread and butter അല്ലേ, അവരുടെ നിത്യജീവിതത്തിലെ ഭക്ഷണങ്ങളെക്കുറിച്ച്. ഓഫ് their children, അവരുടെ കുട്ടികളുടെ കാര്യം. ഓഫ് their household worries, അവരുടെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച്. and the like, അതുപോലുള്ള കാര്യങ്ങൾ, അവരുടെ ചുറ്റുവട്ടത്തെക്കുറിച്ച് മാത്രമാണ് സാധാരണ ജനങ്ങൾ ചിന്തിച്ചിരുന്നത്. ബട്ട് എ ടൈം കംസ് വെൻ എ ഹോൾ പീപ്പിൾ ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ എ ഗ്രേറ്റ് കോസ്. ബട്ട് എ ടൈം കംസ്, ഒരു സമയം വന്നാൽ, വെൻ എ ഹോൾ പീപ്പിൾ, എല്ലാ ജനങ്ങളും ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ എ ഗ്രേറ്റ് കോസ്, ഒരു മഹത്തായ കാരണത്തിൽ താല്പര്യപ്പെടും അല്ലേ, താല്പര്യം പ്രകടിപ്പിക്കും. Then history helps even simple ordinary men and women to become heroes. ആ സമയത്ത് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദെൻ ഹിസ്റ്ററി ഹെൽപ്സ്, ചരിത്രം അവരെ സഹായിക്കും. ഈവൻ സിമ്പിൾ ഓർഡിനറി മെൻ ആൻഡ് വിമൻ ടു ബിക്കം ഹീറോസ്, ഈ സാധാരണ പുരുഷന്മാരെയും സ്ത്രീകളെയും ഹീറോകളാക്കി മാറ്റാൻ വേണ്ടി ഹിസ്റ്ററി, ചരിത്രം അവരെ സഹായിക്കും. Great leaders have something in them which inspires a whole people and makes them do great deeds. Great leaders, മഹാന്മാരായ നേതാക്കന്മാർ, have something in them, അവരിൽ നിന്നുള്ള മഹാന്മാരായ നേതാക്കൾ, which inspire ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുക അല്ലേ, അവരെ പ്രചോദിപ്പിക്കും. A whole people and makes them do great deeds. എന്തിനു വേണ്ടിയാണ്? ടു ഡു ഗ്രേറ്റ് ഡീഡ്സ് പ്രവൃത്തി, മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അവർക്കൊരു പ്രചോദനമായി മാറും. ഇൻ ഇന്ത്യ എ ഗ്രേറ്റ് ലീഡർ ഫുൾ ഓഫ് ലവ് ഫോർ ഓൾ ഹൂ സഫർ ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം. ഇന്ത്യയിൽ എ ഗ്രേറ്റ് ലീഡർ, ഒരു മഹാനായ നേതാവുണ്ട്. ഫുൾ ഓഫ് ലവ് ഫോർ ഓൾ ഹൂ സഫർ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്നേഹം മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു മഹാനായ നേതാവ് ഇന്ത്യയിലുണ്ട്. ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം, അവരെ സഹായിക്കാൻ വേണ്ടി. ഈഗർ എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ അവരെ സഹായിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു മഹാനായ നേതാവ് നമുക്കുണ്ട്. ഹാസ് ഇൻസ്പയർഡ് അവർ പീപ്പിൾ ടു ഗ്രേറ്റ് ആക്ഷൻസ് ആൻഡ് നോബൽ സാക്രിഫൈസ്. അദ്ദേഹം ഇൻസ്പയർഡ്, പ്രചോദനമായി. എന്തിനാണ്? അവർ പീപ്പിൾ, നമ്മുടെ ജനങ്ങൾക്ക്, ടു ഗ്രേറ്റ് ആക്ഷൻസ്, മഹത്തായ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി അല്ലെ, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും. ആൻഡ് നോബൽ സാക്രിഫൈസ്, നോബിൾ കുലീനമായ, സാക്രിഫൈസ് ത്യാഗം. അപ്പോൾ കുലീനമായ ത്യാഗങ്ങൾ ചെയ്യാനും മഹത്തായ കാര്യങ്ങൾ ചെയ്യാനും പ്രചോദനമായിട്ടുള്ള ഒരു മഹാനായ നേതാവ് നമുക്കുണ്ട്. ഹി ഹാസ് ഹെൽപ്ഡ് ടു മേക്ക് ദ സ്റ്റാർവിങ്, ദ പുവർ ആൻഡ് ദ ഒപ്രസ്ഡ് ഫ്രീ ആൻഡ് ഹാപ്പി. ഹി ഹാസ് ഹെൽപ്ഡ്, അദ്ദേഹം സഹായിച്ചു. ആരൊക്കെയാണ്? ദ സ്റ്റാർവിങ്, പട്ടിണി കിടക്കുന്ന, ദ പുവർ, ദരിദ്രരായ, ആൻഡ് ദ ഒപ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന മനുഷ്യരെ അദ്ദേഹം സഹായിച്ചു. എന്തിനു വേണ്ടിയാ? ടു മേക്ക് ഫ്രീ ആൻഡ് ഹാപ്പി, അവരെ സ്വതന്ത്രരാക്കാനും സന്തോഷവാന്മാരാക്കാനും വേണ്ടി സഹായിച്ചു. അങ്ങനെയുള്ള ഒരു നേതാവ് നമുക്കുണ്ട്. ഇവിടെ ആരെക്കുറിച്ചാണ് അത് പറയുന്നത്? ബാപ്പുജിയെക്കുറിച്ച് അല്ലേ, മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ മകളോട് പറഞ്ഞു കൊടുക്കുന്നത്. ബാപ്പുജി ഈസ് ഇൻ പ്രിസൺ, ബട്ട് the magic of his message has stolen the hearts of India's millions. ബാപ്പുജി ഈസ് ഇൻ പ്രിസൺ, അദ്ദേഹം ജയിലിലാണ് അല്ലേ, മഹാത്മാഗാന്ധി ജയിലിലാണ്. പക്ഷേ ദ മാജിക് ഓഫ് ഹിസ് മെസ്സേജ്, അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ മാജിക്, സന്ദേശം, ഹാസ് സ്റ്റോളൻ
കവർന്നെടുക്കുക, മോഷ്ടിക്കുക. എന്താണ് മോഷ്ടിച്ചത്? ദ ഹാർട്ട്സ് ഓഫ് ഇന്ത്യാസ് മില്യൺസ്. ഹാർട്ട്സ് ഹൃദയങ്ങൾ. ഓഫ് ഇന്ത്യാസ് മില്യൺസ്, ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളെ മോഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിന് കഴിഞ്ഞു. Men and women and even little children come out of their little shells and become India's soldiers of freedom. Men and women, പുരുഷന്മാരും സ്ത്രീകളും, ആൻഡ് ഈവൻ ലിറ്റിൽ ചിൽഡ്രൻ, ചെറിയ കുട്ടികൾ വരെ, കം ഔട്ട് ഓഫ് ദർ ലിറ്റിൽ ഷെൽസ്, അവരുടെ ചെറിയ ഷെൽസിൽ നിന്ന്, ഷെൽസ് ഷെൽട്ടർ, അവരുടെ വീട്ടിൽ നിന്ന് പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ പുറം ചട്ടയിൽ നിന്ന്, അവരെ അടക്കി വെച്ചിരുന്ന ഒരു പുറം ചട്ടയിൽ നിന്ന് അവർ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണ്? ആൻഡ് ബിക്കം ഇന്ത്യ സോൾജേഴ്സ് ഓഫ് ഫ്രീഡം. സോൾജേഴ്സ് പടയാളികൾ, ഫ്രീഡം സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പടയാളികളായി അവർ മാറിയിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? മാജിക് ഓഫ് ബാപ്പുജീസ് മെസ്സേജ് അല്ലേ? ബാപ്പുജിയുടെ സന്ദേശം ഉൾക്കൊണ്ടാണ് അവർ പുറത്തോട്ട് വന്നത്. ഇൻ ഇന്ത്യ ടുഡേ we are making history, and you and I are fortunate to see this happening before our eyes and to take some part ourselves in this great drama. In India, ഇന്ത്യയിൽ today, ഇന്ന് we are making history. മേക്കിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രം സൃഷ്ടിക്കുക. വി ആർ മേക്കിംഗ് ഹിസ്റ്ററി, നമ്മൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ആൻഡ് ഐ ആർ ഫോർച്ചുനേറ്റ് ടു സീ ദിസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ്. ആൻഡ് യു ആൻഡ് ഐ ആർ, നീയും ഞാനും എല്ലാം ഫോർച്ചുനേറ്റ്. ഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ളവരാണ്. എന്തിനാണ്? ടു സീ, കാണാൻ വേണ്ടി. ദിസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ്, ഹാപ്പനിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഫോർ അവർ ഐസ്, നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലാണ് ഈ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി നമ്മൾ ഭാഗ്യമുള്ളവരാണ്, ഭാഗ്യം ചെയ്തവരാണ് അല്ലേ? ആൻഡ് ടു ടേക്ക് സം പാർട്ട് അവർ സെൽസ് ഇൻ ദിസ് ഗ്രേറ്റ് ഡ്രാമ. ഇവിടെ ഡ്രാമ എന്ന് ഉദ്ദേശിക്കുന്നത് നാടകം, അതായത് സ്വാതന്ത്ര്യ സമരമാകുന്ന ഈ നാടകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, അതിലും പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. വാട്ട് പാർട്ട് ഷാൽ വി പ്ലേ ഇൻ ഇറ്റ്? എന്നാൽ നമ്മൾ അതിൽ ഏത് റോളാണ് എടുക്കുക? ഇതൊരു നാടകമാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പം നമ്മൾ അതിൽ ഏത് റോളാണ് എടുക്കുക? വാട്ട് പാർട്ട് ഷാൽ വി പ്ലേ ഇൻ ഇറ്റ്? If we are to be India's soldiers, we have to respect India's honor, and that honor is a sacred trust. If we are to be India's soldiers, നമ്മുടെ ഇന്ത്യയുടെ പടയാളികളായിട്ട് നമ്മൾ മാറുമ്പോൾ വി ഹാവ് ടു റെസ്പെക്റ്റ്, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അതായത് ബഹുമാനിക്കണം. എന്തിനെയാണ്? ഇന്ത്യാസ് ഓണർ, ഇന്ത്യയുടെ ആദരവിനെ നമ്മൾ ബഹുമാനിക്കണം. ആൻഡ് ദാറ്റ് ഓണർ ഈസ് എ സേക്രഡ് ട്രസ്റ്റ്. ആ ഓണർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സേക്രഡ് ട്രസ്റ്റ്. സേക്രഡ് പരിശുദ്ധമായ, ട്രസ്റ്റ് വിശ്വാസം അല്ലേ, പരിശുദ്ധമായ ഒരു വിശ്വാസമാണത്. ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ, ഇത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ടു ഡിസൈഡ്, തീരുമാനിക്കാൻ. എന്ത് തീരുമാനിക്കാനാണ്? വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ, തീരുമാനിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഈസി മാറ്റർ അല്ല. വൺ ലിറ്റിൽ ടെസ്റ്റ് ഐ ഷാൽ ആസ്ക് യു ടു അപ്ലൈ വെനെവർ യു ആർ ഇൻ ഡൗട്ട്. വൺ ലിറ്റിൽ ടെസ്റ്റ്, ഒരു ചെറിയ ടെസ്റ്റ്, ഒരു പരീക്ഷ. ഐ ഷാൽ ആസ്ക് യു ടു അപ്ലൈ, ഞാൻ നിന്നോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി, പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പറയുകയാണ്. വെനെവർ യു ആർ ഇൻ ഡൗട്ട്, ഡൗട്ട് സംശയം. എപ്പോൾ നീ സംശയത്തിലായിരിക്കുന്നുവോ അന്നേരം ഈ ഒരു ലിറ്റിൽ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഞാൻ നിന്നോട് പറയുകയാണ്. എന്താണ് ആ ടെസ്റ്റ്? നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട് ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. നെവർ ഡു, ഒരിക്കലും ചെയ്യരുത്. എനിത്തിങ് ഇൻ സീക്രട്ട്, സീക്രട്ട് എന്ന് പറഞ്ഞാൽ രഹസ്യം, രഹസ്യമായിട്ട് ഒരു കാര്യം പോലും നീ ചെയ്യരുത്. എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്, ടു ഹൈഡ് ഒളിപ്പിക്കുക, നീ ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പോലും നീ ചെയ്യരുത്. For the desire to hide anything means that you are afraid, and fear is a bad thing and unworthy of you. For the desire to hide, desire താല്പര്യം, എന്തിനുള്ള താല്പര്യമാണ്? ടു ഹൈഡ്, ഒളിപ്പിക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത് മീൻസ് ദാറ്റ് യു ആർ അഫ്രൈഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഭയപ്പെട്ടു അല്ലേ? എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയം വരും, ഒരു പേടി വരും. ആൻഡ് ഫിയർ ഈസ് എ ബാഡ് തിങ്. ഫിയർ എന്ന് പറഞ്ഞാൽ
ഭയം, ബാഡ് തിങ്, ഒരു മോശം കാര്യമാണ് അല്ലേ. പേടി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണ്. ആൻഡ് അൺവർത്തി ഓഫ് യു, അൺവർത്തി എന്ന് പറഞ്ഞാൽ അയോഗ്യമായ കാര്യമാണ്, നിനക്ക് ചേരാത്ത ഒരു കാര്യമാണ്. ബി ബ്രേവ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഫോളോസ്. ബ്രേവ് ധൈര്യം, ബി ബ്രേവ് ധൈര്യമായിരിക്കുക. ആൻഡ് ഓൾ ദ റെസ്റ്റ് ബാക്കിയുള്ളതെല്ലാം ഫോളോസ് പിറകെ വരും. നീ ധൈര്യമായിരിക്കുക, ബാക്കിയുള്ളതെല്ലാം നിൻ്റെ പിറകെ വരും. You know that in our great freedom movement under Bapuji's leadership, there is no room for secrecy or hiding. You know that, നിനക്കറിയാലോ. ഇൻ അവർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ്, നമ്മുടെ ഈ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൽ അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ് നേതൃത്വം, ബാപ്പുജിയുടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദർ ഈസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. ദർ ഈസ് നോ റൂം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനമില്ല. ഏതിന് സ്ഥാനമില്ല? ഫോർ സീക്രസി ഓർ ഹൈഡിങ്. സീക്രസി രഹസ്യം, ഹൈഡിങ് ഒളിപ്പിക്കുക. രഹസ്യത്തിന് അവിടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല. വി ഹാവ് നത്തിങ് ടു ഹൈഡ്, നമുക്ക് നത്തിങ് ഒന്നുമില്ല, ടു ഹൈഡ് ഒളിപ്പിക്കാൻ അല്ലേ, ഒളിപ്പിക്കാൻ വേണ്ടി നമുക്കവിടെ ഒന്നുമില്ല. വി ആർ നോട്ട് അഫ്രെയ്ഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. വി ആർ നോട്ട് അഫ്രെയ്ഡ് ഓഫ്, നമ്മൾ ഒന്നിനെക്കുറിച്ചും പേടിച്ചിരുന്നില്ല. വാട്ട് വി ഡു, അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാനും, ഓർ വാട്ട് വി സേ എന്ത് പറയാനും നമുക്കവിടെ പേടിയുണ്ടായിരുന്നില്ല. വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്. വി വർക്ക്, നമ്മളവിടെ പ്രവർത്തിച്ചത് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്. എവിടെയാണെന്ന്? പകലിലും വെളിച്ചത്തിലും അല്ലേ. പകൽ വെളിച്ചത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അതായത് ഇരുട്ടിൻ്റെ മറവിൽ ഒളിപ്പിച്ച് നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാവരും കാണുകയാണ് നമ്മളവിടെ ചെയ്തത്. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലൈവ്സ് ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ സൺ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഡു നത്തിങ് സീക്രട്ട്ലി. ഈവൻ സോ, അങ്ങനെ ഇരുന്നാലും, ഇതിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, എന്നാലും ഇൻ അവർ പ്രൈവറ്റ് ലൈഫ്സ്, അതായത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ്, നമുക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാം. വിത്ത് ദ സൺ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ്, അതും എങ്ങനെയായിരിക്കണം? വെളിച്ചത്തിലായിരിക്കണം അല്ലേ. ആൻഡ് ഡു നത്തിങ് സീക്രട്ട്ലി, സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് ഒന്നും തന്നെ ചെയ്യരുത്. ആൻഡ് ഡു നത്തിങ്, ഒന്നും ചെയ്യരുത് സീക്രട്ടായിട്ട്. ആൻഡ് ഇഫ് യു ഡു സോ, അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ, മൈ ഡിയർ, എൻ്റെ പ്രിയപ്പെട്ട മകളെ, യു വിൽ ഗ്രോ അപ്പ് എ ചൈൽഡ് ഓഫ് ദ ലൈറ്റ്, അൺഅഫ്രൈഡ് ആൻഡ് സെറീൻ ആൻഡ് അൺറഫിൾഡ് വട്ട് എവർ മേ ഹാപ്പൻ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പുത്രി എങ്ങനെയായിട്ട് മാറും? യു വിൽ ഗ്രോ അപ്പ്, നീ വളരും. എ ചൈൽഡ് ഓഫ് ദ ലൈറ്റ്, വെളിച്ചത്തിൻ്റെ പുത്രിയായിട്ട്. അൺഅഫ്രൈഡ്, ഭയമില്ലാത്ത. സെറീൻ, പ്രസന്നമായ. അൺറഫിൾഡ്, ഇളകാത്ത. അപ്പോൾ വെളിച്ചത്തിൻ്റെ പുത്രിയായിട്ട്, ഒരിക്കലും ഭയമില്ലാത്ത, പ്രസന്നമായിട്ടുള്ള, ഇളകാത്ത മനസ്സുള്ള ഒരു കുട്ടിയായിട്ട് നീ മാറും. വട്ട് എവർ മേ ഹാപ്പൻ, എന്തൊക്കെ സംഭവിച്ചാലും ഒരു മാറ്റവുമില്ലാത്ത നല്ല ഒരു കുട്ടിയായിട്ട് നീ മാറും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഐ ഹാവ് റിട്ടൺ എ വെരി ലോങ് ലെറ്റർ ടു യു. ഞാൻ നിനക്ക് വേണ്ടി എഴുതിയത് എ വെരി ലോങ് ലെറ്ററാണ്, ചെറിയ ലെറ്ററൊന്നുമല്ല, വലിയൊരു ലെറ്ററാണ് എഴുതിയത്. ആൻഡ് യെറ്റ് ദർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ആൻഡ് യെറ്റ്, എന്നാലും, ദർ ഈസ് സോ മച്ച്, ഇനിയുമുണ്ട് ഒരുപാട്. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു, എനിക്ക് നിന്നോട് പറയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഹൗ ക്യാൻ എ ലെറ്റർ കണ്ടെയ്ൻ ഉൾക്കൊള്ളുക. അപ്പോൾ ഒരു ലെറ്ററിന് എത്രമാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും? അതുകൊണ്ട് ഗുഡ് ബൈ പറയുകയാണ് ലിറ്റിൽ വൺ. ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജിയർ ഇൻ ഇന്ത്യാസ് സർവീസ്. ബ്രേവ് സോൾജിയർ എന്ന് പറഞ്ഞാൽ ധൈര്യശാലിയായ ഒരു പോരാളി, ഇന്ത്യയുടെ സർവീസിലെ ഒരു ധൈര്യശാലിയായ പോരാളിയായിട്ട് നീ വളർന്നു വരിക എന്ന് ആശംസിക്കുകയാണ്. വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ്, എല്ലാ സ്നേഹത്തോടും മംഗളാശംസകളോടും കൂടി നൽകുകയാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് ഈ കത്ത്. യുവർ ലവിങ് ഫാദർ, നിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ജവഹർലാൽ നെഹ്റു.